ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അവരുടെ ക്ലാസ് നടക്കുന്നത്. അവരുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു വലിയ മരം നിൽപ്പുണ്ട്. ഒരു പാഴ്മരമാണ്. ആ മരത്തിൽ പുഴുവിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ആ മരം പിന്നെ വളർന്ന് ഇവർ ഇരിക്കുന്ന കെട്ടത്തിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കുന്നതിനും ഇരുന്ന് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെയാണ് അവർ അവിടെ ഒരു ദിവസം പിന്നെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ അറിഞ്ഞു പറഞ്ഞതിൽ ഞാനിതിൽ ഇടപെട്ടിരുന്നു. അപ്പം തന്നെ ഞാൻ ജില്ലാ കളക്ടർക്കും DDക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലെ യോഗങ്ങളും മറ്റു കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതിലിപ്പോൾ 3.9 കോടി രൂപ കിഫി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു 3 ആഴ്ചയ്ക്കും പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു കെട്ടം കെട്ടുന്നതിന് വേണ്ടി അവിടെ കഴിയും. ഇത് കൂടാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന് ഇവർക്ക് 4 ക്ലാസ് റൂം കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കി പിന്നെ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. അതും എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി കഴിയും. പിന്നെ അവർക്കവിടെ സ്ഥലക്കുറവുണ്ടെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഡയറ്റിൻ്റെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലവും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കെട്ടാൻ എങ്ങനെ കഴിയുമെന്ന് സംബന്ധിച്ച് ആലോചിക്കുകയാണ്. കളക്ടറോട്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ചു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട്ട് സംസാരിച്ചു. കുട്ടികൾ വന്ന ശേഷം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളോട്ട് സംസാരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് ലാബിൻ്റെയും ലൈബ്രറിയുടെയും പിന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ ലൈബ്രറിയുടെ പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന പ്രശ്നമില്ല. ലാബിന് ഞാൻ അവർക്ക് ഒരു ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടൊരു ആവശ്യമുള്ള ഒരു ഫണ്ട് എത്രയാണ് വേണ്ടതെന്നുള്ളവർ എനിക്കറിയില്ല. ഫണ്ട് അനുവദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്ന പഠിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ വരാൻ പോകുന്ന ഒരാഴ്ചയ്ക്കും ചെയ്യും. ഞാൻ ഈ സൂചിപ്പിച്ച ഇവരുടെ പ്രശ്നങ്ങൾ പെർമനൻ്റായിട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളും ഈ കെട്ടവും എല്ലാം കെട്ടി കഴിയുമ്പോൾ പരിഹാരം കാണുമെന്നാണ് പറയാനുള്ളത്. അഫ്സൽ എവിടെ? അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സലും വന്നിട്ടുണ്ട്. അഫ്സൽ ഇന്നലത്തെ മീറ്റിങ്ങിലുണ്ടായിരുന്നോ? എന്താ തീരുമാനിച്ചത്? ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ വിഷയത്തിനും ഈ നിലവിലെ ഓൾഡ് ബിൽഡിങ് പൊളിച്ച് സീലിംഗ് ചെയ്യാൻ വേണ്ടി. പിന്നെ ബാക്കിയുള്ള കിഫ്ബിയുടെ ഫണ്ടിന്റെ വിഷയത്തിൽ വരുമ്പോൾ നേരത്തെ പാൻ ഫണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാത്റൂമും ഒക്കെയാണ്. ഇവിടെ മരം മുറിക്കണം. മരം മുറിക്കാൻ ഇന്ന് മരം മുറി ആരംഭിക്കും. ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. അത് അവിടെ PTA ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. അതൊരു പ്രശ്നമാണ്. അത് ശരിയാവില്ല. അപ്പം എന്തായാലും ഈ രൂപത്തിൽ കാര്യങ്ങൾ പരിഹാരം കാണാമെന്നുള്ള നിലയിലാണ്. ഭക്ഷണത്തിൽ അട്ടയെ കണ്ട സംഭവത്തിൽ മലപ്പുറം BP അങ്ങാടി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത്. സ്കൂളിലെ വിവിധ പ്രശ്നങ്ങൾ വിദ്യാർത്ഥിനികൾ മന്ത്രിയെ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞങ്ങൾ 5 പേരും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവരോട് എല്ലാവരും കൂട്ടായിട്ട് നിന്നോണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേട്ടം